അവൻ എവിടെ പോയതാ ചേച്ചി? എന്തു പറ്റി ചേച്ചി? പറ ചേച്ചി. സുരേന്ദ്രയ്ക്ക് എന്റെ അനിയത്തിയോട് എന്തോ പകയുണ്ട്. അതിന് എന്റെ ഭർത്താവും കൂട്ടി നിൽക്കുക. എന്നാലും അളിയന്റെ തല ഇങ്ങനെയായി പോയത് എന്താ ചേച്ചി? അവൻ അവസരം കിട്ടിയ സ്വന്തം ഭാര്യയും മകളെ വരെ വിൽക്കുന്നവനാ ഗീതേ. അല്ല, നിങ്ങൾ എന്താ ഇവിടെ ചേച്ചി? ആവിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കൊല്ലൊന്ന് പേടിച്ച് സുരേന്ദ്രന്റെ കണ്ണിപ്പെടാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അയാള്. എവിടെയെങ്കിലും ഒരിടത്ത് എത്തിയ ശേഷം എന്നെ ഫോൺ ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ ആവിനിയുടെ ഫോണും വർക്ക് ചെയ്യുന്നില്ല. ഇനിയിപ്പൊ അവൾ ഇങ്ങോട്ട് വിളിക്കുമ്പോ സംസാരിക്കാന്ന് വെച്ചാ എന്റെ സിമ്മ് വരെ മാറ്റിക്കളഞ്ഞു ആ ദുഷ്ടൻ. എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടാവുന്ന പേടിയുണ്ട് ഗീത. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ഗീത, എനിക്കൊരു ചെറിയ സഹായം ചെയ്യാമോ? പറ ചേച്ചി. എന്റെ ഫോൺ നമ്പർ ഞാൻ തരാം. ആവിന് ഫോൺ ചെയ്താലോ അവളെ കണ്ടാലോ ഉടനെ എന്നെ ഒന്ന് വിളിച്ചു പറയാമോ? ശരി ചേച്ചി. നിങ്ങളുടെ പുതിയ നമ്പർ ഇതിൽ സേവ് ചെയ്തോളൂ. ഇതാ എന്റെ നമ്പർ. മറന്നു പോരുട്ടോ ഗീത. എങ്ങനെ മറക്കാനാ ചേച്ചി? ഇതെനിക്ക് ചെറിയ കാര്യമാണോ? ഉറപ്പായും അവൾ നിങ്ങളെ വിളിക്കാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്യാം. സുജേ, പോയി ഗീതയുടെ കണ്ണിപ്പെട്ടോ? നമ്മൾ ഡേഞ്ചറസ് സോണിലാ ഉള്ളത്. മുമ്പത്തെ പോലെ ഇങ്ങനെ പുറത്ത് കാഷ്വലായിട്ട് ചുറ്റിയാലെങ്ങനെ? ആ സുരേന്ദ്രന്റെ കണ്ണിലെങ്ങാനും പെട്ടുകഴിഞ്ഞാ പിന്നെ നമ്മൾ ഇല്ല. ഗീത, നിന്റെ ചേച്ചി എന്നെ കുറിച്ച് മുഴുവൻ പറഞ്ഞു തന്നോ? എന്റെ ഭാര്യ പറഞ്ഞു തന്നതില് ഒരക്ഷരം പോലും തെറ്റാവാറില്ല. തന്റെ കുടുംബത്തിന് വേണ്ടി അവനെ അവളുടെ ജീവിതം തന്നെ സാക്രിഫൈസ് ചെയ്തിട്ട് അങ്ങനെ ചിന്തിക്കാൻ തനിക്ക് എങ്ങനെയാ കഴിഞ്ഞത്? ആ സുരേന്ദ്രനെക്കാട്ടിലും വലിയ ചെകുത്താനാ താൻ. ഒരാളുടെ വിശപ്പ് മാറുമെങ്കിൽ മറ്റൊരാളെ ബലി കൊടുത്താൽ തെറ്റില്ല ഗീത. എന്നാലും എനിക്ക് ചെറിയൊരു ഡൗട്ട്. അവനീ നിന്റെ വീട്ടിൽ വല്ലതും ആണോ? എന്റെ വീട്ടിലാണെങ്കിൽ ചേച്ചി ഇത്ര പേടിക്കുന്ന എന്തിനാ? അപ്പോ നീ അനിയത്തെയും തപ്പി നടക്കുകയാണല്ലേ? എന്റെ ഭാര്യ ചെയ്ത പണി കൊണ്ട് നല്ലൊരു ഡീല് മിസ്സായിന്നേ എന്ന് കരുതി എന്റെ കയ്യിൽ നിന്ന് അവള് രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. നിനക്ക് ഫോൺ ചെയ്താലോ നീ കണ്ടാലോ ഉടനെ എന്നോട് വന്ന് പറയണം. നാടകം കളിക്കാൻ നിന്ന ആവനി എവിടാന്ന് ഗീതയ്ക്ക് അറിയാമെന്നും പറഞ്ഞ് ആ സുരേന്ദ്രന്റെ അടുത്ത് നിന്നെ ഞാൻ ബുക്ക് ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? പോന്നൊക്കെ ഗീത, ഞങ്ങൾ ഈ ഏരിയയിലുള്ള കാര്യം നീ ആരോടും പറയരുത്. മെയിനായിട്ട് ആ സുരേന്ദ്രൻ, അവനെങ്ങാനും പറഞ്ഞ നിന്റെ കാര്യം തീരുമാനമാകും. പോന്നൊക്കെ പോ. എടി, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പുറത്തിറങ്ങിയത് ആരോഗ്യത്തിന് ഹാനികരവാ. നിന്റെ അനിയത്തിയുടെ കാര്യത്തിൽ നിന്നെക്കാൾ ആ സുരേന്ദ്രൻ കഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവൻ കണ്ടെത്തിക്കൊള്ളുവന്നേ. വാ. ടൈറ്റിൽ കാർഡ് മുതൽ എനിക്ക് സിനിമ കണ്ടില്ലെങ്കിൽ സിനിമ കണ്ടതായിട്ട് എനിക്ക് തോന്നില്ല. വേഗം ഇറങ്ങാൻ നോക്ക്.
ലാപ്ടോപ്പ് ഒന്ന് മാറ്റി വെച്ചിട്ട് എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? എന്താ സംസാരിക്കണ്ടേ? എന്നെ ഒരു 4 ദിവസം എങ്ങോട്ടേലും കൊണ്ടുപോവോ? അല്ലെങ്കിൽ ഇവിടുത്തെ ആചാരങ്ങൾ കണ്ട് എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. 4 ദിവസത്തെ ആ ചിലവ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇടുകയാണെങ്കിൽ 4 മാസം കൊണ്ട് 4 ഇരട്ടി കൂടും ലാവണ്യ. നിങ്ങൾ എന്താ മാറാത്തെ? ആരാ നിങ്ങള്? ചോദിച്ചാ മറുപടി പറഞ്ഞൂടെ? ഈ പ്രസാദ് റാവു ആരാ? മൈ ഫാദർ. പുറത്തേക്ക് വരാൻ പറ. എന്തിനാ? വരൂ വരൂ. എന്താടാ അളിയ? ആരാ ഇവര്? നിന്റെ ഫ്രണ്ട്സ് ആണോ? അല്ലളിയ, ഇവരെ പരിചയമില്ലല്ലോ. ആരെ കാണാൻ വന്നതാ? ഇവരച്ഛനെ കാണാൻ വന്നതാ. എന്താ കാര്യം? മിസ്റ്റർ പ്രസാദ് റാവു, പുറത്തേക്ക് വാ. മിസ്റ്റർ പ്രസാദ് റാവു, പുറത്തേക്ക് വാ. ആരാ നിങ്ങള്? എന്റെ പേര് സുരേന്ദർ, ഫൈനാൻസ് മിനിസ്റ്ററുടെ മകനാ. നിങ്ങൾക്ക് ഈ വീട്ടിൽ എന്താ കാര്യം? ഈ നമ്പറിലുള്ള വണ്ടി ഈ വീടിന്റെ അഡ്രസ്സിൽ പ്രസാദ് റാവു എന്ന പേരിലാ ഉള്ളത്. അതുകൊണ്ടാ വന്നത്. അതെ, എന്റെ പേരിലുള്ളത്. സോ വാട്ട്? ഇന്നലെ രാത്രി 11 മണിക്ക് നിങ്ങളുടെ വണ്ടിയില് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടൊരു പെൺകുട്ടി കയറിയിട്ടുണ്ട്. ഇപ്പോ ആ പെൺകുട്ടി എവിടെയാ ഉള്ളത്? എങ്ങോട്ടാ കൊണ്ടുപോയത്? വണ്ടി എന്റെ പേരിലാണെങ്കിലും അതിന്റെ മോന്റെ കാറാ. രാത്രി ചെന്നൈയിലേക്ക് പോയി. ഇപ്പൊ ചെന്നൈ തന്നെ ഉണ്ടാവും. എന്റെ മകന്റെ കാറിൽ ഒരു പെൺകുട്ടി എന്തിനു കയറണം? എന്തെങ്കിലും തെറ്റിദ്ധാരണയോ? നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. എന്റെ ചെറിയ അളിയൻ പെണ്ണെന്ന് കേട്ടാ 10 അടി മാറി നിൽക്കും. ചിലപ്പോ നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കുംപ്പാ. എന്റെ അനിയൻ എന്റെ മോളെ തന്നെ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ ഒരു പെൺകുട്ടിയെ കാറിൽ കയറ്റുന്നേ? അതെ, നിങ്ങൾ പറഞ്ഞതൊക്കെ നുണയാ. ഉറപ്പായി നിങ്ങൾ റോങ് അഡ്രസ്സിലാ വന്നത്. ഇത് പറഞ്ഞതുപോലെ ആ പെണ്ണവന്റെ കാറിൽ കയറി എന്നുള്ളതല്ലാതെ പിന്നീട് എന്താ സംഭവിച്ചോന്നറിയില്ലല്ലോ. CC ഫുട്ടേജാ. ഞങ്ങൾക്ക് അത്രേ കിട്ടിയുള്ളൂ. അതിനുശേഷം എന്താ നടന്നതെന്ന് ഞങ്ങൾക്കും അറിയണം. ആ പെണ്ണിനെ എനിക്ക് വേണം. വേഗം നിങ്ങളുടെ മകന് ഫോൺ ചെയ്യ്. അവനൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിന് പോയതാ. ഡിസ്റ്റർബ് ആകില്ലേ? എന്നാലും ഈ വീഡിയോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫോൺ ചെയ്ത് സംസാരിക്ക്. അപ്പൊ അറിയാലോ. ആവശ്യമില്ല. എന്റെ മകനെ എനിക്ക് നന്നായിട്ടറിയാം. ആദ്യം നിങ്ങൾ പുറത്തിറങ്ങണം. എനിക്ക് എന്തെങ്കിലും അറിയണമെങ്കിലോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ വേറെ വഴിക്കത് സാധിക്കാൻ കഴിയും. എന്താ പേടിപ്പിക്കണോ നീ? അതെ. നിന്റെ ഭീഷണിക്ക് മുമ്പിൽ പേടിക്കുന്നവരാരും തന്നെ ഇവിടെയില്ല. ഫൈനാൻസ് മിനിസ്റ്ററുടെ മോനാണെങ്കിലും ഏത് മാനത്ത് നിറങ്ങി വന്നവനാണെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഇവിടെ ആരും തല താഴ്ത്തില്ല. എന്റെ മകന്റെ മേൽ ഒരു സംശയമുള്ളതുകൊണ്ട് അത് വെറുതെയാണെന്ന് ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം.
ചാർജിങ്ങിന് ഇട്ടിട്ട് പുറത്തു പോയതാണല്ലോ. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യമായിരിക്കോ? ഞാൻ എടുക്കുന്നത് എന്തായാലും ശരിയല്ല. എന്താ എടുക്കുന്നില്ലേ? അവനേതോ മീറ്റിംഗിലാണെന്ന് തോന്നുന്നു. 1 മണിക്കൂർ കഴിഞ്ഞാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കില്ലേ? അതുവരേക്കും ഞാൻ ഇവിടെ തന്നെ കാണും. അതൊന്നും ശരിയാവില്ല. ഒന്ന് പുറത്തേക്ക് പോകണം. പോവില്ല. ആ പെണ്ണെനിക്ക് വളരെ ഇമ്പോർട്ടന്റാ. അവക്ക് വേണ്ടി ഭ്രാന്തനെ പോലെ നടക്കുക ഞാൻ. നിങ്ങളുടെ അനിയൻ ഇനിയിപ്പോ അവളുടെ കൂടെ ഒളിച്ചോടി കാണോ? ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വട്ടി ചോദ്യങ്ങൾ ചോദിക്കരുത്. എന്താ ഇതൊക്കെ? എന്താ ഈ സംഭവിക്കുന്നത്? ആരാ? ഞാനാ, ശ്രീകര. ബ്രേക്ക്ഫാസ്റ്റ് വന്നോ? വന്നില്ലല്ലോ. ഞാനെപ്പോഴും ചെന്നൈയിലേക്ക് വന്ന എന്ത് അർജൻസി ഉണ്ടെങ്കിലും ശരി, സാമ്പാർ സാധം കഴിക്കാൻ പോകും. വരൂ. ഈ ഡ്രസ് ഇട്ടിട്ട് താൻ വല്ലാതെ അൺകംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നേ. അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു. താൻ ഇട്ട് നോക്കിയേ. എന്തു പറ്റി അവനി? ഉത്തരവാദിത്വമില്ലാത്ത എന്റെ ചേട്ടൻ ഇന്നുവരെ എനിക്കോ എന്റെ ചേച്ചിക്കോ എന്തിന് കുഞ്ഞിനോ പോലും ഒന്നും വാങ്ങിത്തന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ എനിക്കിങ്ങനെ വാങ്ങിത്തരുന്ന കാണുമ്പോ എനിക്ക് എന്റെ ചേച്ചിയോ കുടുംബക്കാരോ വാങ്ങിത്തരുന്നത് പോലെ തോന്നിപ്പോയി. എന്നെ താനൊരു സ്ട്രേഞ്ചറായിട്ടൊന്നും കാണണ്ട. തന്റെ ഫ്രണ്ടായിട്ടോ ഫാമിലി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കാണാം. അതാ എനിക്ക് സന്തോഷം. താൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരൂ. ചെല്ലു. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് 1-2 വട്ടം കോള് വന്നിരുന്നു. അമ്മയാണോ? മോൻ വല്ലതും കഴിച്ചോന്നായിരിക്കും അമ്മയുടെ ടെൻഷൻ. ഇത് പിടിക്കേ. താങ്ക്സ് ശ്രീകർ. അവനാണോ? സ്പീക്കർ ഓൺ ചെയ്യ്. ഹായ് അമ്മേ. നീ മീറ്റിംഗിലാണോടാ? എനിക്ക് പെട്ടെന്നൊരു പേഴ്സണൽ വർക്ക് വന്നമ്മേ. അതുകൊണ്ട് ആഫ്റ്റർനൂണിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. 2 വട്ടം വിളിച്ചിട്ടുണ്ടല്ലോ അമ്മേ. എന്താ കാര്യം? നമ്മുടെ വീട്ടിലേക്ക് ഫൈനാൻസ് മിനിസ്റ്ററുടെ മകൻ സുരേന്ദ്രൻ വന്നിരിക്കുന്നു. ഇന്നലെ രാത്രി നിന്റെ കാറിൽ ഏതോ ഒരു പെൺകുട്ടി കയറിയിട്ടുണ്ടെന്ന്. ആ ധാബയുടെ അവിടുന്ന് ആ പെണ്ണ് നിന്റെ കാറിൽ കയറുന്ന ക്യാമറ ഫുട്ടേജ് വരെ അവർ കാണിച്ചു തന്നു ശ്രീ.
ഡാ, നീ മാത്രം ആ കാറിലിരുന്നിട്ട് ആ പെൺകുട്ടിയെ നിന്റെ കൂടെ കൊണ്ടുപോയതായിട്ട് ആ വീഡിയോയിലില്ല. എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണെന്നാ പറഞ്ഞു. എടാ മോനെ, ഈ ചെക്കൻ നമ്മുടെ വീട്ടിൽ കയറി നിന്നെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞ് വെറുതെ പ്രശ്നം ഉണ്ടാക്കുവാടാ. എന്റെ പൊന്നളിയ, ഇപ്പൊ നിങ്ങൾ വാതുറന്ന് സംസാരിച്ചില്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ടാവും. ചേട്ടാ, ഇങ്ങനെ മിണ്ടാതിരിക്കാതെ വാ തുറന്ന് എന്തെങ്കിലും പറയൂ ചേട്ടാ. മോനെ, സ്പീക്കർ ഫോണിലായിട്ടിരിക്കുന്നേ. നീ എന്താ പറ്റിയെന്ന് പറ. അമ്മേ, എന്റെ അറിവില് ഞാൻ നോക്കിയിട്ട് എന്റെ കാറിൽ ആരും കയറിയിട്ടില്ലല്ലോ. ചിലപ്പോ ലോക്ക് ഓണായപ്പോ അകത്തോട്ട് കയറി കാണും. ബട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങിയ സമയത്ത് വണ്ടിയിൽ നോക്കിയപ്പോ അതിലാരും ഇല്ലായിരുന്നല്ലോ അമ്മേ. ചിലപ്പോ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും. ആ കയറിയത് ആരാന്നൊന്നും അറിയാതെ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനാ അമ്മേ? എന്തോ CC ഫുട്ടേജ് മാത്രം നോക്കിയിട്ട് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? അതിനെന്തെങ്കിലും മീനിങ് ഉണ്ടോ? ആദ്യം അവന്മാരെ പുറത്തേക്ക് ഇറക്കിവിട്. എനിക്കിപ്പോ ഒരു വർക്കുണ്ട്, ഞാൻ പിന്നെ കോൾ ചെയ്യാം അമ്മേ. നീ കേട്ടല്ലോ, എന്റെ മകൻ അവൻ കള്ളം പറയില്ല. അതും എന്നോട് ഒരിക്കലും പറയില്ല. നിങ്ങൾ എന്നെ കാണിച്ച തെളിവുകളൊന്നും അവനില്ല എന്ന് പറഞ്ഞില്ല. പിന്നീട് എന്താ സംഭവിച്ചെന്ന് അറിയില്ലെന്നാ പറഞ്ഞത്. അതറിയാനായിട്ട് നിനക്കെന്തോ മാർഗമുണ്ടെന്ന് നീ പറഞ്ഞില്ലേ? എന്താ മറന്നുപോയോ? ആ വഴിക്കൊന്ന് നീ ശ്രമിച്ചു നോക്ക്. നിന്റെ മോൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ? സി മിസ്റ്റർ, ഇതുവരെ ഞങ്ങള് ഒരുപാട് ക്ഷമിച്ചു. ഒരു തെളിവുമില്ലാതെ എന്റെ മോനെ പറ്റി പറഞ്ഞ ക്ഷമിച്ചെന്ന് വരില്ല. ഇറങ്ങാൻ നോക്ക്. നിന്റെ മോൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവട്ടെ, അപ്പൊ വന്ന് കണ്ടോളാം. തിയേറ്ററിൽ പോയൊരു സിനിമ കാണാമെന്ന് വിചാരിച്ചതാ, ഇപ്പൊ ഇവിടെ തന്നെ കണ്ടല്ലോ. എനിക്കെന്തോ ഈ